ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ബാക്ക് ടക്ക്, അതായത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിൽ പിടിക്കുന്ന ടക്ക് നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകാനുള്ള ഒരു റീസണാണ്. അതായത് നമ്മൾ ബാക്കിൽ പിടിക്കുന്ന ടക്ക് എന്തിനാ പിടിക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം. ബ്ലൗസിൽ ഓരോ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും അതെന്തിനുള്ളതാണെന്ന് അറിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വരുന്ന പകുതിയല്ല 90% കംപ്ലൈൻറ്റുകൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിൽ ഫസ്റ്റ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. അതിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബാക്ക് ടക്ക് പിടിക്കുമ്പോൾ വരുന്ന കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാനിതിൽ ഒരു വൈറ്റ് പേപ്പറാണ്, താഴെ ബ്ലാക്ക് ആയതുകൊണ്ട് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ നെക്ക് തുടങ്ങുന്നതും അതായത് റൗണ്ടിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് നെക്ക് നിൽക്കുന്ന പൊസിഷൻ. ഇനി നമ്മൾ ഈ ടക്ക് പിടിക്കുമ്പോൾ ഈ നെക്ക് എന്താണ് ആവണമെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനത് ബാക്കിൽ മാർക്ക് ചെയ്ത ടക്കൊന്ന് പിടിക്കുകയാണ് കേട്ടോ. പിടിക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിൽ നിന്നും ഒരു 1/2 ഇഞ്ചോളം അത് വിരിഞ്ഞു പോകുന്നുണ്ട് നെക്ക്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നെക്കിൻ്റെ ആ റൗണ്ട് പോർഷൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്ത മാർക്കിൽ തന്നെയാണ്, അത് അനങ്ങിയിട്ടില്ല. മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ നിങ്ങൾക്ക് ആ വിരിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ഇതാ കറക്റ്റ് ലൈനിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഡോട്ട് പിടിക്കാം. ഡോട്ട് പിടിക്കുമ്പോൾ ഇതുണ്ട്, ഇതേപോലെ നമുക്ക് നെക്ക് വിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നെക്കിൻ്റെ അളവാണ് മാറ്റേണ്ടത്. എന്നിട്ട് പിന്നെയാണ് നമുക്ക് ടക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ള കറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്നുള്ളതൊന്ന് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുകൊണ്ട് കഴുത്തിന് ഒരു പ്രശ്നവും വരില്ല. അതിൽ 2.5 വെച്ചിട്ടും നിങ്ങൾക്ക് ഷോൾഡർ ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് പിന്നെയും ഉള്ളിലോട്ടായിട്ട് മാർക്ക് ചെയ്യുക. മുകളിൽ 3 ഇഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് ആക്കുക. എന്നാൽ താഴേക്ക് ആ റൗണ്ട് നെക്ക് വരുന്നുണ്ടല്ലോ താഴ്ഭാഗം, ആ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വൈഡ് വേണ്ട ആ വൈഡ് വെച്ചിട്ട് നമുക്ക് ആ റൗണ്ട് നെക്കായിട്ട് ചെയ്യാം. നമുക്ക് ഈ ബാക്ക് ടക്ക് പിടിക്കുമ്പോൾ ആ കറക്റ്റ് ആ റൗണ്ട് ഷോൾഡറിൽ തന്നെ വന്ന് നിൽക്കും. ഇതേപോലെ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തവിടെ വെച്ചു. ഞാനിപ്പോൾ ടക്ക് ഒന്നും കൂടി പിടിച്ച് കാണിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 2.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടക്ക് പിടിക്കുമ്പോൾ അത് കറക്റ്റ് ഒരു 1/2 ഇഞ്ച് കൂടിയിട്ട് 3 ഇഞ്ചിൽ വന്ന് നിൽക്കും. നമ്മൾ ഈ കഴുത്തിൻ്റെ അവിടെയും വിത്ത് കൂട്ടിയിട്ട് ഈ ടക്കും പിടിക്കുമ്പോഴാണ് നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്ക് ടക്ക് കറക്റ്റായിട്ട് പിടിക്കാമെന്നുള്ള രീതിയും കൂടി നോക്കാം. നമ്മൾ കൈക്കുഴിയുടെ ആ ബോക്സ് വരയ്ക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കോർണറിലൊന്ന് മാർക്ക് ചെയ്യാം. ആ കോർണറിൽ നിന്നും നമ്മൾ നെക്കിന് വരച്ചിട്ടുണ്ടല്ലോ അവിടേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരയ്ക്കുക. അപ്പോൾ രണ്ടിൻ്റെയും അതായത് കഴുത്തിൻ്റെയും കൈക്കുഴിയുടെ ആ മാർക്കിൻ്റെ അവിടെ കറക്റ്റ് ലൈന് വരച്ചിട്ട് ഈ രണ്ടിൻ്റെ ഇടയിൽ എത്രയാണോ ഗ്യാപ്പ് ഉള്ളത് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 2.25 അപ്പോൾ ഇതിൻ്റെ പകുതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതിയാക്കി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതേ താഴേക്ക്, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് കറക്റ്റായിട്ട് സ്കെയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് മാറ്റി പിടിക്കുക. അതായത് സ്കെയിൽ ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് തയ്യൽ തുമ്പ് വരുന്നവിടേക്കാണ് കേട്ടോ 4 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ ലൈനിൻ്റെ ഇപ്പുറത്ത് 2 സൈഡുമായിട്ട് നിങ്ങൾക്ക് ടക്ക് പിടിക്കാനുള്ള അളവ് മാർക്ക് ചെയ്യുക. ഇതിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ട്രൈറ്റ് ലൈൻ കറക്റ്റ് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ സെൻറ്റർ ഷോൾഡർ, അതായത് ചെറിയ ഷോൾഡർ ഉണ്ടല്ലോ നമ്മുടെ, അവിടെ നിന്നും താഴേക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഷോൾഡർ നമ്മുടെ ദേഹത്ത് കറക്റ്റായിട്ട് നിൽക്കുക. ഷോൾഡർ ഇറങ്ങിപ്പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഈ ടക്ക് പിടിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായി നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ എത്രയാണോ മാർക്കിങ് വേണ്ടത് അത് 2 സൈഡും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ടക്ക് പിടിക്കുമ്പോൾ മാർക്ക് ചെയ്യുമല്ലോ ഫ്രണ്ടിൽ, അപ്പോൾ അതേപോലെ ത്രികോണ ഷേപ്പിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.